നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുന്ന ആളുകൾ അല്ലെങ്കിൽ ആൾക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടാവണം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? കാരണം ഈ ബിസിനസ് തുടങ്ങാൻ പോകുമ്പം തന്നെ നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ട് വരാൻ പാടില്ല. ശുഭാപ്തി വിശ്വാസത്തോടു കൂടി വേണം നമ്മളൊരു ബിസിനസ് ആരംഭിക്കാൻ എന്ന് പറയാറുണ്ട്. ഈ പറയുന്ന വാക്കിനെ നമ്മൾ പല സമയത്തും തെറ്റായിട്ടാണ് ചിത്രീകരിക്കാറുള്ളത്. ശുഭാപ്തി വിശ്വാസം എന്ന് പറയുമ്പോൾ അതിന് തെറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, വിശകലനം ചെയ്യപ്പെടും. ഇങ്ങനെ നമ്മൾ തെറ്റായിട്ട് വിശകലനം ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ ഉണ്ടാവേണ്ട വ്യക്തമായിട്ടുള്ള അറിവുകൾ ഒന്നും നേടാതെ വെറും ശുഭാപ്തി വിശ്വാസം മാത്രം കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് നമുക്കൊരു ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് വിജയിക്കാൻ സാധ്യതയുണ്ടോ? കാരണം ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ ആ ബിസിനസിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ആ ബിസിനസ്സിൽ എന്തൊക്കെ ചലഞ്ചസുകൾ വരാൻ സാധ്യതയുണ്ട്, അതിന് എന്തൊക്കെ സൊല്യൂഷനുകളാണ് കൊണ്ടുവരേണ്ടത്, ഈ ബിസിനസ് വിജയിക്കണമെങ്കിൽ എന്തൊക്കെ ഘടകങ്ങൾ ഈ ബിസിനസ്സിൽ ഉൾക്കൊള്ളേണ്ടതുണ്ട്, ആ ഘടകങ്ങളെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യപ്പെടേണ്ടതുണ്ട്, എന്തൊക്കെ സ്ട്രാറ്റജികൾ ഇതിനാവശ്യമുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയും ഇല്ലാതെ ബിസിനസ് രംഗത്തേക്ക് കടന്നു വരികയും വെറും ശുഭാപ്തി വിശ്വാസം മാത്രം കൈമുതലാക്കിക്കൊണ്ട് നമ്മുടെ റെസ്റ്റോറന്റ് ബിസിനസ്സുകളെ വിജയിപ്പിക്കാൻ കഴിയുമെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും മിഥ്യാ ധാരണ മാത്രമാണ്. കാരണം ഇങ്ങനെ നിങ്ങൾ ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഒരു ഉദാഹരണം നമുക്കെടുക്കാം, സ്റ്റാഫ് മാനേജ്മെന്റ്. നിങ്ങളുടെ ജീവനക്കാരെ അവരെ സാറ്റിസ്ഫൈഡ് ആക്കിയിട്ട് അവരെ നമ്മുടെ ബിസിനസിന്റെ ഒരു സ്വിച്ച് ഇട്ടാൽ പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം കണക്കെ പ്രവർത്തിക്കുന്ന ആളുകളാക്കിയിട്ട് നമുക്ക് മാറ്റണമെങ്കിൽ അതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ആളായിരിക്കണം HR മാനേജ്മെന്റിൽ. എന്താണ് ഒരു ആളുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ സൈക്കോളജി എന്താണ്, ഒരു ജീവനക്കാരന്റെ സൈക്കോളജി എന്താ, അദ്ദേഹത്തിന് ഇവിടെ നിന്ന് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഈ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് വളരാൻ സാധ്യതയുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമാണ് അദ്ദേഹം ആ ബിസിനസ്സിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുള്ളൂ അല്ലെ? അപ്പോൾ ഇത് നമുക്ക് അറിയുന്നില്ല എങ്കിൽ, ഇങ്ങനെ ഒരു സ്ട്രാറ്റജിയിലൂടെ ഈ ജീവനക്കാരനെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകണമെന്ന് നമുക്കറിയില്ല എങ്കിൽ നമ്മൾ ഇങ്ങനെ നിരന്തരം ഒരു ജീവനക്കാരൻ വരും, ആ ജീവനക്കാരൻ ഒരാഴ്ച 2 ആഴ്ച ജോലി ചെയ്യും, അയാൾ നമ്മളെ വിട്ടുപോകും, അടുത്ത ആളെ നമ്മൾ റിക്രൂട്ട് ചെയ്യും, അയാൾ ഒരാഴ്ച 2 ആഴ്ച ജോലി ചെയ്യും, അയാൾ നമ്മളെ വിട്ടുപോകും. ഇങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം സോൾവർ ആയിട്ട് മാത്രം നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പോകേണ്ടി വരും. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കുറയും, നമ്മുടെ റവന്യൂ കുറയും, നമ്മുടെ ഭക്ഷണത്തിന്റെ കൺസിസ്റ്റൻസി കുറയും, നമ്മുടെ സർവീസിന്റെ കൺസിസ്റ്റൻസി കുറയും ഇല്ലേ? ഇത് നമ്മുടെ ബിസിനസ്സിനെ സാരമായിട്ട് ബാധിക്കും. അപ്പൊ നമുക്കുണ്ടാകുന്ന ശുഭാപ്തി വിശ്വാസം മാത്രം പോരാ നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് വിജയിപ്പിക്കാൻ. നമ്മുടെ ബിസിനസ്സിലുള്ള ഓരോ ഘടകങ്ങളെയും കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അറിവ് നമ്മൾ നേടിയെടുക്കണം. ഇങ്ങനെ അറിവുകൾ നമ്മൾ നേടിയെടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ബിസിനസ് വിജയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റു നല്ലൊരു ബിസിനസ് വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.